കടവും പറഞ്ഞാൽ നിങ്ങൾ പോകുന്നത്. അപ്പൊ പിന്നെ എന്റെ കണ്ണ് നിറയാതെ മനസ്സ് നിറയോ? പിന്നെ സൗകര്യത്തിന് വേണ്ടി പലതും കാണും. ഗ്യാസ്, ഇൻഡക്ഷൻ കുക്കർ, അങ്ങനെ പലതും. ഇനിയും എന്തൊക്കെ സാധനങ്ങളാണ് വരാൻ കിടക്കുന്നത്? ഞങ്ങൾക്കതൊന്നും വേണ്ട. പണ്ട് മുതലേ ഉള്ള ശീലമാണ് ഈ ഊതി കത്തിക്കൽ. പിന്നെ പെട്ടെന്ന് ചായ കിട്ടിയില്ലേ സുദേശൻ പണിക്കൊന്നും പോകണമല്ലോ. ഇവിടെ തന്നെ കുട്ടിയിരുന്ന് വല്ലവരുടെയും കുറ്റവും കുറവും ചർച്ച ചെയ്ത് സമയം കളയാനല്ലേ. ഇന്നിത്തിരി തണുപ്പ് കൂടുതലാലും അതേതായാലും ഈ സുന്ദരേശൻ മാറ്റി തന്നു. നിങ്ങളോട് തട്ടിച്ച് ചെയ്യാനൊന്നും ഞാനില്ല. പക്ഷെ മനസ്സിലാകുമ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്നൊക്കെ ഇരിക്കും. അതിൽ കുറ്റവും കുറവൊന്നും പറയരുത്. തന്നെ ഞാൻ ഇന്നോ ഇന്നലെ കാണുന്നല്ലോ സുന്ദരേശ്വരനെ. ഇത് എന്തൊരു ഇളകിയാവുന്നതാണ്. ഈ സുന്ദരേശൻ പിന്നെയും വഴി കൊടുത്താലും വാങ്ങിക്കും. ഏതാ സുന്ദരേശൻ, ഇനി നീ വരുമ്പോ വഴി വീട്ടിൽ വെച്ചേ വരാമോ? അല്ല, ഇന്നലെ അവിടെ നിനക്ക് അനൗൺസ്മെന്റ് ഇല്ലായിരുന്നല്ലോ. നല്ല സുന്ദരേശ, ഞാൻ ചിന്തിച്ചപ്പം നീ ചിന്തിക്കാൻ തുടങ്ങി. കാലം പോയൊരു ഓക്കെ. അല്ല, ഇതാര് കാസികാര് വീട്ടിലില്ലല്ലേ? നിന്റെ ടിവി വീട്ടിലില്ല, നിനക്കെങ്ങനെ അറിയണം? നമുക്ക് വെരി സിമ്പിൾ. ടിവി വീട്ടിലുണ്ടെങ്കിൽ കാക്കയുടെ കാണില്ലല്ലോ. ടിവിയുടെ ചാനൽ കിട്ടിയിട്ട് കാസിങ്ങാക്കയെ പട്ടം പുറത്ത് പോലെ പറഞ്ഞല്ലേ. കാസിങ്ങാക്കയുടെ ഇപ്പോഴത്തെ പുതിയ ഭാര്യ കണ്ടിട്ടുണ്ടോ? കണ്ടാ മൂത്ത മോളാണെന്നേ പറയും. ഇതൊന്നും പോടാതില്ല, മനുഷ്യനെ ഇളകിയാക്കാം. അപ്പോഴോ ഒരു ചായ എന്നിട്ട് ഐശ്വര്യമായിട്ട് ഒരു കാര്യം ലോട്ടറി എടുത്താൽ. എനിക്ക് ലോട്ടറി ഒന്നും വേണ്ട. ഞാനൊന്നും ആഗ്രഹമേ അല്ല ചേട്ടാ. കാരുണ്യ ലോട്ടറി എടുക്കുന്നത് ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെ ചികിത്സിക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ കൂടിയാ. സർക്കാർ ചെയ്യുന്ന ഇത്തരം നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നെ പോലുള്ള ഓരോ ലോട്ടറി കച്ചവടക്കാരന്റെ ഉത്തരവാദിത്തമാണ്. ശരി ശരി. കടുപ്പത്തിൽ ചായ എന്താ പറഞ്ഞാലും അതില്ലാത്തൊരു വേഷത്തില് എന്ത് ചെയ്യാനാ സുന്ദരേശ? ഞാൻ പണക്കാരനായി പോയത് അതിന്റെ ഭാഗമായിട്ടൊക്കെ. തുടങ്ങി. നീ വരുന്നോ? ഞാൻ പോവാ. നിങ്ങളതിരിക്കെ നമ്മൾ എന്തൊക്കെ സഹിക്കുന്നു അതിന്റെ കൂടെ അത്രയേ ഉള്ളൂ. ഈ ഓട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ വയസ്സിൽ കാണുന്നത്. 2 ദിവസമൊക്കെ എന്റെ ക്ലബിൽ ഓണാഘോഷത്തിന് വേണ്ടിയല്ലേ, അതിന്റെ ഓട്ട മത്സരത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വരാതെ. അത് ശരി. ക്ലബിലോ ഓട്ട മത്സരത്തിനോ? ഓണം വരുമ്പോ ക്ലബുകാർക്ക് ഞാൻ വാരി ഒരു സംഭാവന കൊടുക്കും. അല്ലാതെ മത്സരത്തിനൊന്നും ഞാൻ പോവുകയല്ല. നിങ്ങൾ സുന്ദരേശൻ കളിയാക്കാണെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. പപ്പുള്ളേ, ഞാനിന്നൊരു ടൗണിൽ വരുന്നത് പോയി. അവിടെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടില് ഒരു ഡോക്ടർ ഫൽഗുനൻ. ഞാൻ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോ എന്റെ ശരീരം വന്നത് ഉയർന്നു. ഒരു ചെറിയ തളർച്ച പോലും. ഉടനെ തന്നെ അവൻ എന്നെ ചെക്കപ്പ് ചെയ്യും. എന്നിട്ട് പറയുക, ഈ പണക്കാർക്കൊക്കെ വരുന്ന ഒരു പ്രത്യേക അസുഖമുണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല. അത് തന്നെ. നിങ്ങളൊന്ന് അടങ്ങുന്നേ. കോളറാക്കി. അത് തന്നെ കൊളസ്ട്രോള്. എനിക്ക് അസുഖാദ്യമായി വരുന്നുണ്ട്. അതാ എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരാം. ഡോക്ടറുടെ പേരെന്താന്ന് പറഞ്ഞു? ഫൽഗുനൻ. ഡോക്ടർ ഫൽഗുനൻ. കറുപ്പ് കഴിഞ്ഞിട്ട് കണ്ണട വച്ച. അതെ ക്ലാസ് പിന്നെ എങ്ങനെ അറിയാം?